ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 3 ഒപ്പം തന്നെ യൂണിറ്റ് 4 നമ്മൾ പഠിച്ചെടുക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് MCQ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ക്ലാസ്സോടുകൂടി ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് ആദ്യത്തെ മൊഡ്യൂൾ പൂർത്തിയാവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള MCQ എല്ലാം കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിനെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതിൻ്റെ കോമ്പോണൻസ് ഒക്കെ അതും കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളത് കൂടുതലായിട്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയും ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനും, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എഫക്റ്റീവ്ലി യൂസ് വേരിയസ് ഫൈനാൻഷ്യൽ സ്കിൽ ഇൻക്ലൂഡിങ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. അതായത് ഒരാൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ചില ഫൈനാൻഷ്യൽ സ്കില്ലുകൾ, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കഴിവുകൾ, അതായത് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്തുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരാളുടെ ഫൈനാൻഷ്യൽ സ്കില്ലിനെയാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി. അങ്ങനെ ഫിനാൻഷ്യൽ സ്കില്ല് പ്രയോഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. അതിൽ പെടുന്ന കീ കോമ്പോണൻസ് ആയിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങളാണ്. അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ നോളേജ് ഉണ്ടായിരിക്കണം, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ് പോലെ. ഒപ്പം തന്നെ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കുക, കടങ്ങൾ, ഡെപ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്രെഡിറ്റ് അവെയർനെസ്, റിസ്ക് മാനേജ്മെൻറ്റ്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, ടാക്സേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കോമ്പോണൻസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ നൽകാത്തത്. അപ്പോൾ ഇനി നമുക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസിയും ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധവും റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസ്. അപ്പോൾ ഫൈനാൻഷ്യൽ കോൺസെപ്റ്റുകളും ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അറിവ്, അത് നേടുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അത് ഫൈനാൻഷ്യൽ ലിറ്ററസിയിലേക്ക് നയിക്കും. അപ്പോൾ നമുക്ക് ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള അറിവുകൾ അക്വയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഇറ്റ് ഇൻവോൾവ്സ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ് ഡിസൈൻഡ് ടു ഇംപ്രൂവ് ഫൈനാൻഷ്യൽ ലിറ്ററസി. അപ്പോൾ നമുക്കൊരു ഫൈനാൻഷ്യൽ ലിറ്ററസി ലെവലിലേക്ക് വരുന്നതിന് വേണ്ടി നമുക്ക് കിട്ടുന്ന ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻ, നമുക്ക് സ്കൂളുകൾ, കോളേജുകളിൽ കിട്ടുന്ന ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള അറിവുകൾ, ഒപ്പം തന്നെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നമ്മുടെ ഫാമിലിയിൽ നിന്ന്, നമ്മുടെ PFൽ നിന്ന്, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടുന്ന അത്തരത്തിലുള്ള ഇൻഫർമേഷൻ, അതെല്ലാം ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനെ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് നോക്കാം. കീ എലമെൻറ്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനിലെ കീ എലമെൻറ്റ്സ്, ഏതൊക്കെ എലമെൻറ്റുകൾ കൂടുമ്പോഴാണ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് കരിക്കുലം ഡെവലപ്മെൻ്റ് ആണ്. കരിക്കുലം ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഇപ്പോൾ ഹൈസ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ കോളേജിൽ അവർ പഠിക്കേണ്ട ആ ഒരു പാഠ്യപദ്ധതിയാണ്, അവർ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ്, ലേണിംഗ് എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോകേണ്ടതെന്നുള്ളത്, ആ ഒരു കാര്യത്തെയാണ് നമ്മൾ കരിക്കുലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ കോംപ്രിഹെൻസീവായിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ നമുക്ക് ഫിനാൻഷ്യൽ ടോപ്പിക്സ് കൂടെ ഉൾപ്പെടുത്തണം. അതായത് ബഡ്ജറ്റ് സംബന്ധമായിട്ടുള്ള അറിവുകൾ, സേവിങ്സ്, ഇൻവെസ്റ്റിംഗ്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ്, നമ്മൾ ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുന്നു. അതിൽ സിലബസിലെ ഒരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പഠിക്കുന്നത് അല്ലേ. അപ്പോൾ സിലബസ് എന്ന് പറയുന്നത് കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കരിക്കുലത്തിൽ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബേസിക്സ് ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗവും ആണ് കരിക്കുലം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ സ്കൂൾ പ്രോഗ്രാംസുകൾ, അതായത് നമുക്ക് സ്കൂളിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് അതിനാവശ്യമായിട്ടുള്ള അവയർനെസ് ഏർലി ഏജിൽ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ കിട്ടും. ഫൈനാൻഷ്യൽ നോളജും സ്കില്ലൊക്കെ അക്വയർ ചെയ്യാൻ വേണ്ടി അത് കുട്ടികളെ പിന്നീട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ വർക്ക്ഷോപ്പ് ആൻഡ് സെമിനാറുകൾ സംഘടിപ്പിക്കാം. കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാംസ്, ആളുകളെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി നമുക്ക് വർക്ക്ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാക്റ്റീവ് സെഷൻസ്,
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും സംശയങ്ങൾ ഒക്കെ ദൂരീകരിക്കാനുള്ള അത്തരത്തിലുള്ള സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കാം. ടു എഡ്യൂക്കേറ്റ് അഡൾട്ട് ആൻഡ് യൂത്ത്, അത് പ്രായമുള്ളവരെയും ഒപ്പം തന്നെ ചെറുപ്പക്കാരെയൊക്കെ നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും പ്ലാനിങ്ങും ഒക്കെ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പുകളും സെമിനാറുകളും സംഘടിപ്പിക്കാം. ഓൺലൈൻ റിസോഴ്സസുകൾ നൽകാം. പ്രൊവൈഡിങ് ആക്സസിബിൾ ഓൺലൈൻ റിസോഴ്സസ്, ഓൺലൈനായിട്ടുള്ള കോഴ്സുകൾ, വെബിനാറുകൾ, എഡ്യൂക്കേഷണൽ മെറ്റീരിയലുകൾ. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ആക്സസ് ബ്രോഡർ ഓഡിയൻസിന്, ധാരാളം ആളുകൾക്ക് നമുക്കത് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഫൈനാൻഷ്യൽ കൗൺസിലിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അയാളുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനും ആ പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളാണ് ഫൈനാൻഷ്യൽ കൗൺസിലേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ, ഫൈനാൻഷ്യൽ കൗൺസിലിങ്ങിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താം. പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ്, നമുക്ക് ഒരു ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ആവശ്യകതയും ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ നേടേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ നമുക്കൊരു അവയർനെസ് പോലെ നമുക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കാം. ഒപ്പം തന്നെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് നടത്താവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ കീ എലമെൻറ്റ്സ് ആയിട്ട് പറയാം. ഇനി നമുക്ക് നോക്കാം ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഫൈനാൻഷ്യൽ ലിറ്ററസിയും ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? അത് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നോക്കാം. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ സെർവ്സ് ഓഫ് ദി ഫൗണ്ടേഷൻ ഫോർ ബിൽഡിംഗ് ഫൈനാൻഷ്യൽ ലിറ്ററസി. അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഫൈനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹമായിരിക്കും കൂടുതൽ ഫൈനാൻഷ്യൽ ലിറ്ററസി ഉള്ള ആൾ, അല്ലേ? അതായത് ഫൈനാൻഷ്യൽ ലിറ്ററസി കിട്ടാനുള്ള ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനാണ്. ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അദ്ദേഹം ഫൈനാൻഷ്യൽ ലിറ്ററേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്കില്ല് അത് പ്രകടിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടാകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ, പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടുമ്പോഴാണ്. അപ്പോൾ വൈൽ ഫൈനാൻഷ്യൽ ലിറ്ററസി എംപവേഴ്സ് ഇൻഡിവിജ്വൽ ടു അപ്ലൈ ദ നോളജ് ആൻഡ് സ്കിൽസ് അക്വയർഡ് ത്രൂ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ കിട്ടുന്ന ആ ഒരു അറിവ് അത് ഫൈനാൻഷ്യലി ലിറ്ററസിയിലേക്ക് നയിക്കുകയും അതുവഴി ആ ഒരു ഇൻഡിവിജ്വൽ ആ ഒരു നോളജ് സ്കില്ല് അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു, അല്ലേ? അതാണ് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. റോൾ ഓഫ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇൻ എൻഹാൻസിങ് ഫിനാൻഷ്യൽ ലിറ്ററസി. അപ്പോൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമ്മുടെ ഫൈനാൻഷ്യൽ ലിറ്ററസീനെ എൻഹാൻസ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളിവിടെ കണ്ടു, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലൂടെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് നോളേജ് അക്വിസിഷനാണ്. അതായത് നോളേജ് ലഭിക്കുന്നതിന് വേണ്ടി, നോളേജ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് ദ നെസസറി ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫൈനാൻഷ്യൽ കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസ്. ഫൈനാൻസ് സംബന്ധമായുള്ള അറിവുകൾ, എങ്ങനെയാണ് അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നോളേജ് അക്വിസിഷന് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ സഹായിക്കുന്നു, അല്ലേ? അപ്പോൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗമാണ് അറിവ് നേടുക എന്നുള്ളത്. അറിവ് നേടിയെങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള നോളജ് അക്വിസിഷന് ഈ ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ദെൻ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇറ്റ് ഈസ് ത്രൂ ദി ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിലൂടെയാണ് ഇൻഡിവിജ്വൽസ് ഈ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സ്കില്ല്, അതായത് അവരുടെ ഭാവിയിലേക്ക് വേണ്ട ആവശ്യങ്ങൾ, വരവ് ചെലവ് കണക്കുകളൊക്കെ, ബഡ്ജറ്റുകൾ തയ്യാറാക്കാനും സേവിങ്സ് ഉണ്ടാക്കാനും, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കാനും, അവരുടെ കടബാധ്യതകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട്. ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ്. അപ്പോൾ നമുക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി, ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോഴാണ് അതിനെ ഇൻഫോംഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോസിറ്റീവ് ചേഞ്ചസ് ആളുകളുടെ സ്വഭാവത്തിലും ബിഹേവിയറിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട്. എംപവർമെൻ്റ് ഉണ്ട്, അതായത് കൂടുതൽ ശാക്തീകരണം സംഭവിക്കുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇവിടെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് അവരുടെ ഫൈനാൻഷ്യൽ ലൈഫിൽ ഫൈനാൻസ് സംബന്ധമായ കാര്യങ്ങൾ അവർ ഇടപെടുമ്പോൾ കൂടുതലൊരു നിയന്ത്രണം അവർക്കുണ്ടാവും. അവർ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ചോയ്സുകൾ എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. അപ്പോൾ അങ്ങനെ അവരുടെ ഫൈനാൻഷ്യൽ ഗോൾസ്, അവരുടെ ജീവിതത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന എന്താണോ അത് അവർക്ക് നേടാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും, അല്ലേ? അങ്ങനെ ഒരു എംപവർമെൻറ്റും അവർക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിലൂടെ ലഭിക്കുന്നു. ഇനി ഇമ്പാക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി ഓൺ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. നേരെ തിരിച്ചും നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസിക്ക് അത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിലും ഒരു പങ്ക് വഹിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫീഡ്ബാക്ക് ലൂപ്പ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ഇൻഡിവിജ്വൽ ക്യാൻ പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളാണ്, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ, സ്കില്ലുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്പം കൂടി എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നത് തുടങ്ങിയ ഫീഡ്ബാക്കൊക്കെ
ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൂടുതൽ റെലവൻ്റ് ആയിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ പിയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട്, അതായത് ഇൻഡിവിജ്വൽ വിത്ത് സ്ട്രോങ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യലി നമുക്ക് ലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ അവരെയൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ അവരിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സ്വാധീനം, ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് പിയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടത് നടക്കും. ദെൻ ഇൻഫോംഡ് പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവർ ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളൊക്കെ അവരും പങ്കെടുക്കും. കാരണം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ നല്ല രീതിയിൽ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ നിലവിലുള്ള നോളജും സ്കില്ലൊക്കെ കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ ലിറ്ററസിയിലേക്ക് നയിക്കുന്നു, ഫിനാൻഷ്യൽ ലിറ്ററസി വീണ്ടും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഫിനാൻഷ്യൽ ലിറ്ററസിയും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ തമ്മിലുള്ള അതിൻ്റെ രണ്ടിൻ്റെയും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഒന്നാമത് പറയുന്നത്. ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ഇൻഡിവിജ്വൽ ആർ ബെറ്റർ എക്യുപ്ഡ് ടു മാനേജ് ദെയർ ഫിനാൻസ്. അപ്പോൾ ഫൈനാൻഷ്യലായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ കയ്യിലുള്ള പണം, ഫിനാൻഷ്യൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള ഫണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കും, എക്സസീവായിട്ടുള്ള കൂടുതൽ കടബാധ്യതയിൽ എത്തിച്ചേരില്ല, അവർ സേവിങ്സ് ഉണ്ടാവും അല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ എക്കണോമിക് ഗ്രോത്ത്, അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാകുമ്പോൾ ആ ഒരു പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ അവരെല്ലാവരും ബുദ്ധിപൂർവ്വം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അതെല്ലാം എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകും. സോഷ്യൽ വെൽബീയിങ്ങിന് കാരണമാകും. കൂടുതൽ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ലൈഫ് അവർക്ക് നയിക്കാൻ പറ്റും. അവരുടെ ഫാമിലീസ് ബെറ്റർ ആയിരിക്കും, അവർക്ക് സ്ട്രെസ്സ് കുറവായിരിക്കും, റെഡ്യൂസിങ് സ്ട്രെസ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ ഓവറോൾ വെൽബീയിങ്ങിലേക്ക് നല്ല രീതിയിലേക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. അപ്പോൾ സോഷ്യൽ വെൽബീയിങ് എന്നുമ്പോൾ സൊസൈറ്റിയിലുള്ള ആളുകളെല്ലാം തന്നെ നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇൻഫോംഡ് കൺസ്യൂമേഴ്സ് ആയിരിക്കും. അതായത് കൺസ്യൂമേഴ്സ് അവർ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ, ആ ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ, അതായത് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഇൻഷുറൻസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ബാങ്കിങ് സേവനങ്ങൾ തേടുമ്പോഴോ അവരൊക്കെ കൂടുതൽ കോഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി കഴിവുള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡിങ് സ്കാംസ്, നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള തട്ടിപ്പുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്കാമുകളൊന്നും പെടാതെ സൗണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ ചോയ്സ് എടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നു. ദെൻ പോളിസി ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ്റിനാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷനാണെങ്കിലും അവർക്ക് അവരുടെ പോപ്പുലേഷൻ്റെ ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർക്ക് എഫക്റ്റീവായിട്ടുള്ള ഫൈനാൻഷ്യൽ പോളിസീസൊക്കെ ഫ്രെയിം ചെയ്യാനും നടപ്പിലാക്കാനും അവർക്ക് സാധിക്കും, ഗവൺമെൻറ്റിന് സാധിക്കും. ഇനി നമ്മൾ യൂണിറ്റ് 4, ഇപ്പോൾ നമ്മൾ യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് യൂണിറ്റ് 4 കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ ഏജൻസീസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സക്സസ് ഓഫ് ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ അക്വയർ നോളേജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് റിലേറ്റഡ് ടു മാനേജിങ് ഫൈനാൻസസ്. അപ്പോൾ നമുക്ക് ഫൈനാൻസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി അതിനാവശ്യമായിട്ടുള്ള ആ ഒരു ഫൈനാൻഷ്യൽ നോളജ്, സ്കില്ല്, ആ ഒരു മനോഭാവം വളർത്തൽ, അവരുടെ ബിഹേവിയർ ഉണ്ടാകുന്ന ചേഞ്ച്, അതെല്ലാം രൂപപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററേറ്റ് ആവുക അല്ലേ, നമുക്ക് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ പല രീതിയിൽ ഒരാൾ ഫൈനാൻഷ്യലി അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട്, കൂടുതൽ ഫൈനാൻഷ്യലി അവർ അറിവ് നേടുന്നുണ്ട്. അപ്പോൾ അവരുടെ നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ അതെല്ലാം രൂപപ്പെടുത്തുന്ന ആ ഒരു ഓവറോൾ പ്രോസസ്സിനെ നമുക്ക് ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് പറയാം. ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ നമുക്ക് ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടണമെന്നില്ല. നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡ് തന്നെ വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ഒരുപക്ഷെ ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്, ജീവിതം മുഴുവൻ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവാം. പലതരത്തിലുള്ള സോഷ്യലൈസിങ് ഏജൻസികൾ വഴിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുക. അത് നമുക്ക് ഫാമിലിയിൽ നിന്ന് തന്നെ ലഭിക്കാം. നമ്മുടെ പേരൻറ്റ് നമുക്ക് ചെറിയ ചെറിയ തുകകൾ നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് തരുമ്പോൾ, അത് സേവ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങിപ്പിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് നമ്മളോട് തന്നെ വാങ്ങിക്കാൻ പറയുമ്പോൾ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ സഹപ്രവർത്തകർ, PF, നമ്മുടെ സ്കൂളുകൾ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്, മീഡിയ വഴി നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ
ഏജൻസീസാണ്. അപ്പോൾ ഈ ഏജൻസീസിനെ കുറിച്ചുകൂടെ നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോഷ്യലൈസിങ് ഏജൻസീസ്, അതായത് ഫൈനാൻഷ്യൽ സോഷ്യലൈസിങ് ഏജൻസീസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ തന്നെ ഫാമിലിയാണ്. ഫാമിലിയിൽ തന്നെ നമുക്ക് റോൾ മോഡലിംഗ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. അതായത് നമ്മുടെ പേരൻസും ഒപ്പം തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അതൊക്കെയാണ് നമ്മുടെ പ്രൈമറി റോൾ മോഡൽ എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ഫൈനാൻഷ്യൽ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന ആളുകൾ ഒരുപക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ ഇത്തരം ആളുകൾ തന്നെയായിരിക്കും. അവരെങ്ങനെയാണ് അവരുടെ പണം കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒബ്സർവ് ചെയ്യും. അതിനനുസരിച്ച് മിക്കവാറും കുട്ടികൾ ചിൽഡ്രൻ ഓഫൺ മിമിക് ദെയർ പേരൻസ്, അവരുടെ പേരൻസിൻ്റെ സ്പെൻഡിങ്, അവരുടെ സേവിങ് ഹാബിറ്റ്സ്, അവരുടെ ബഡ്ജറ്റിംഗ് ഹാബിറ്റ്സ്, അത്തരം കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ ആയിരിക്കും മിമിക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അനുകരിക്കാൻ വേണ്ടി ചിൽഡ്രൻ, പ്രത്യേകിച്ച് കുട്ടികൾ ശ്രമിക്കുക. ദെൻ ഡയറക്റ്റ് ടീച്ചിങ് ഉണ്ടാവും. നമുക്ക് ഫിനാൻഷ്യൽ കോൺസെപ്റ്റുകളെ കുറിച്ചും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ നമുക്ക് പേരൻസ് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവാം. സച്ച് ആസ് ഗിവിങ് അലവൻസസ്, നമുക്ക് പോക്കറ്റ് മണികളൊക്കെ തരുന്നില്ലേ, അതിനാണ് ഇവിടെ അലവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എൻകറേജിങ് സേവിങ്സ്, ആ പണം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുന്നു. ആൻഡ് ഡിസ്കസിങ് ഹൗസ് ഹോൾഡ് ഫിനാൻസ്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചിലവുകളെക്കുറിച്ച് നമ്മളോടുകൂടി തന്നെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് ടീച്ചിങ് ആണ് പേരൻസ് നൽകുന്നത്. ദെൻ ഫൈനാൻഷ്യൽ എൻവയറൻമെൻറ്റ് ഉണ്ടാവാം. ദ ഓവറോൾ ഫൈനാൻഷ്യൽ എൻവയറൻമെൻറ്റ് അറ്റ് ഹോം, നമ്മുടെ ഹോമിൽ, നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അതായത് പണത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഫൈനാൻഷ്യൽ സ്ട്രെസ്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ കാര്യത്തിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി പിയർ ഗ്രൂപ്പിൽ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണ് പിയർസ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ് ആൻഡ് പിയേഴ്സ് ക്യാൻ ഇമ്പാക്ട് ഫിനാൻഷ്യൽ ബിഹേവിയേഴ്സ്, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ ഫ്രണ്ട്സ്, അവരൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ അഡോളസൻസ് പ്രായത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ചൈൽഡ്ഹുഡിൽ നിന്ന് നമുക്ക് ഒരു അഡോളസൻസിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ യങ് അഡോൾട്ട്ഹുഡിലേക്കൊക്കെ മാറുമ്പോൾ കൂടുതലും ഇത്തരം കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ പിയർ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സും സഹപ്രവർത്തകരായിരിക്കാം. അവരുടെ സ്പെൻഡിങ് ഹാബിറ്റും അവർക്ക് പണത്തോടുള്ള ആറ്റിറ്റ്യൂഡും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ സോഷ്യൽ കമ്പാരിസൺ വരാം. അവരുടെ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഒപ്പം തന്നെ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും അത്തരത്തിലുള്ള കമ്പാരിസണൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. ദെൻ മറ്റൊരു സോഷ്യലൈസേഷൻ ഏജൻസിയാണ് സ്കൂൾസ് എന്ന് പറയുന്നത്. സ്കൂളിൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു ബഡ്ജറ്റിങ്, സേവിങ്സ്, ഇൻവെസ്റ്റിംഗ്, അത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതും ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷന് കാരണമാകുന്നുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളുകൾ നടക്കുന്നുണ്ട്, കോളേജുകൾ നടക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ ലിറ്ററസി ക്ലബ്ബുകൾ ഉണ്ടാവാം, കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാം, അല്ലേ? ഫൈനാൻഷ്യൽ ലേണിങ്ങിനെയും അതിൻ്റെ എൻഗേജ്മെൻറ്റിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള പല ആക്ടിവിറ്റികളും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. അതും ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഭാഗമാകുന്നു. ദെൻ മീഡിയ നമുക്ക് നമ്മളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇൻഫർമേഷൻ സോഴ്സായിട്ട് നമുക്ക് ടെലിവിഷനിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ധാരാളം കാര്യങ്ങൾ പണവുമായിട്ട് ബന്ധപ്പെട്ടും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും ധാരാളം അറിവുകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്, അല്ലേ? അപ്പോൾ തന്നെ അഡ്വർടൈസ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. പല ഉൽപ്പന്നങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റുകൾ റിപ്പീറ്റഡായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി നമുക്ക് തോന്നുന്നു. അപ്പോൾ ഒരുപക്ഷെ നമ്മളതിനെക്കുറിച്ച് ആലോചിച്ച് ചിലപ്പോൾ തീരുമാനമെടുത്ത് വേണ്ടെന്ന് വെച്ചേക്കാം, ചിലപ്പോൾ അത്യാവശ്യമാണെങ്കിൽ വാങ്ങിച്ചേക്കാം. അപ്പോൾ നമ്മുടെ സ്പെൻഡിങ് പാറ്റേണേയും നമ്മുടെ വാങ്ങലിനെയൊക്കെ പരോക്ഷമായിട്ടെങ്കിലും ഈ അഡ്വർടൈസ്മെൻറ്റ് സ്വാധീനിക്കുന്നുണ്ട്. ദെൻ വർക്ക് പ്ലേസ് ആണ് മറ്റൊരു സോഷ്യലൈസേഷൻ ഏജൻസി. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് എംപ്ലോയീസിന് വേണ്ടി മാനേജ്മെൻറ്റ് തന്നെ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം. ദെൻ റിട്ടയർമെൻറ്റ് പ്ലാനിങ്, വർക്ക് പ്ലേസിൽ നമ്മൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ജോലി അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, അതിനുള്ള ഫണ്ട് കണ്ടെത്തുക എങ്ങനെയാണ്, ഏതെങ്കിലും സ്കീമുകൾ നമ്മളിപ്പോൾ തന്നെ നമ്മുടെ സാലറിയിൽ നിന്നൊരു ഫണ്ട് മുടക്കി ചേരേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ലോങ് ടൈം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് സഹായിക്കുന്ന രീതിയിൽ അത് റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങും വർക്ക് പ്ലേസിൽ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സക്സസ് ഓഫ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷനിൽ അതിൻ്റെ സക്സസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. ഒന്നാമത് പേരൻ്റൽ ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ ചില പേരൻസ് ആക്റ്റീവായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവർ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കും. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടുതൽ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഓപ്സ്ട്രിങ്സ് അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഫിനാൻഷ്യൽ ബിഹേവിയറിൽ അവർ നൽകുന്ന പേരൻസ് നൽകുന്ന അവരുടെ ഫിനാൻഷ്യൽ ബിഹേവിയർ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു മോഡൽ, അവർ നൽകുന്ന മെസ്സേജ്, അതിനൊക്കെ ഒരു സ്ഥിരത ഉണ്ടാകണം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ തരത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ഫിനാൻഷ്യൽ ഹാബിറ്റിലേക്ക് നയിക്കും. ദെൻ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, കോംപ്രഹെൻസീവായിട്ടുള്ള കരിക്കുലം, നമ്മൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവായിട്ടുള്ള കരിക്കുലം ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും നമ്മളിതിൻ്റെ തിയറി മാത്രം പഠിച്ചാൽ പോരാ, എങ്ങനെയാണ് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ ഈ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതാണ്. then സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് മറ്റൊരു കാര്യമാണ്. അതായത് ആക്സസ് ടു റിസോഴ്സസ്,
അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസ്, എഡ്യൂക്കേഷൻ, അതിനുള്ള ഓപ്പർച്യൂണിറ്റി, ഫിനാൻഷ്യൽ ലേണിങ്ങിലുള്ള ഓപ്പർച്യൂണിറ്റി, അതൊക്കെ നമുക്ക് കിട്ടാൻ സാഹചര്യം ഉള്ളവരും ഉണ്ടാകാം, ഇല്ലാത്തവരും ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റി ഉള്ളവർക്ക് ഈ ഒരു കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പഠിച്ചെടുക്കാനും അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആക്സസ് ടു റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ആ റിസോഴ്സസിന് ഉള്ള ആക്സസിബിലിറ്റി ഉള്ള ആളുകൾ. അവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകാം, ചില ആളുകൾക്ക് അതിൻ്റെ സാഹചര്യം ഉണ്ടാകാതിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ട്. ദെൻ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കുന്നുണ്ട്. ഫാമിലീസ് വിത്ത് സ്റ്റേബിൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ക്യാൻ ഓഫർ മോർ കൺസിസ്റ്റൻ്റ് ആൻഡ് പോസിറ്റീവ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് കൂടുതൽ സ്റ്റേബിളായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്കാണ് കൂടുതലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടാനുള്ള അവസരങ്ങളെ കൂടുതൽ കിട്ടുക. ദെൻ കൾച്ചറൽ ആറ്റിറ്റ്യൂഡും അതിൻ്റെ ഭാഗമാണ്. കൾച്ചറൽ ബിലീഫ്സ്, നമ്മൾ ജീവിക്കുന്ന ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് അത് സേവ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്പെൻഡിങ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വളരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാകും. അത് നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയറിനെയും സോഷ്യലൈസേഷനെയൊക്കെ അത് ബാധിക്കാം. കമ്മ്യൂണിറ്റി നോംസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ മതത്തിലോ അല്ലെങ്കിൽ ജാതിയിലോ പെട്ട ആളുകൾ ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒപ്പം തന്നെ ഫിനാൻഷ്യൽ പ്രാക്ടീസും അതിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. അവർ കൊടുക്കുന്ന വാല്യൂസിൽ വ്യത്യാസം ഉണ്ടാകാം. അതെല്ലാം ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അതുകൂടാതെ നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓരോ ആളുകളുടെയും ബുദ്ധി നിലവാരം, കോഗ്നിറ്റീവായിട്ടുള്ള എബിലിറ്റീസ്, അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഒപ്പം തന്നെ ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. അപ്പോൾ അത്തരത്തിലുള്ള കോഗ്നിറ്റീവ് എബിലിറ്റീസ് പല ആളുകളും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് കോഗ്നിറ്റീവ് എബിലിറ്റീസ് കൂടുതലുള്ള ആളുകൾ ഈ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും ആ ഫൈനാൻഷ്യൽ കോൺസെപ്റ്റ് അപ്ലൈയും ചെയ്യും. അതുകൂടാതെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്, ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ, ഇപ്പോൾ സെൽഫ് കൺട്രോൾ, പണം കൺട്രോൾ ചെയ്ത് ചിലവാക്കാനുള്ള അവരുടെ തന്നെ കഴിവുകൾ, റിസ്ക് എടുക്കാനുള്ള ശേഷിയല്ല, റിസ്ക് ടോളറൻസ്, ഫ്യൂച്ചർ ഓറിയൻറ്റേഷൻ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, അത്തരം കാര്യങ്ങൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റുകളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സഹപ്രവർത്തകരും ഫ്രണ്ട്സും അല്ലേ, അവർ നൽകുന്ന പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവായിട്ട് ഫിനാൻഷ്യൽ ബിഹേവിയർ കാണിക്കുന്ന പേഴ്സും ഫ്രണ്ട്സും ഒക്കെ ആണെങ്കിൽ നമ്മളിലും അത് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഹാബിറ്റുകൾ ഉണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് നെഗറ്റീവായിട്ടുള്ള പ്രഷർ നൽകുന്നവരായിരിക്കാം. അവർ ഫിനാൻഷ്യൽ ബിഹേവിയർ പ്രോപ്പറായിട്ട് കാണിക്കാത്ത ആളുകളാണെങ്കിൽ ഒരുപക്ഷെ അത് നമ്മളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മീഡിയ എത്രമാത്രം എക്സ്പോഷർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മീഡിയയുടെ എക്സ്പോഷർ എങ്ങനെയാണ്, മീഡിയ വഴി നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി സംബന്ധമായുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഒപ്പം തന്നെ കൺസ്യൂമറിസത്തെക്കുറിച്ച് മീഡിയ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, കൂടുതൽ മെറ്റീരിയൽസും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി അവർ അധികമായിട്ടുള്ള പരസ്യങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ ബിഹേവിയറിനെ ചിലപ്പോൾ നെഗറ്റീവായിട്ടും ബാധിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു മൊഡ്യൂൾ മുഴുവനായിട്ടും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ കുറച്ച് നമ്മൾ MCQ ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള MCQ എല്ലാം ഉൾപ്പെടാൻ കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്